വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ 5 ഡോക്ടേഴ്സിനെ CBI സംഘം ചോദ്യം ചെയ്തു. മെഡിക്കൽ കോളേജ് ആക്രമിച്ച കേസിൽ 9 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു ആക്രമണമെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ ബന്ധുക്കൾ ആരോപിച്ചു. ആക്രമണത്തിന് പിന്നിൽ BJPയും ഇടതു പ്രവർത്തകരുമാണെന്ന് മമതാ ബാനർജി കുറ്റപ്പെടുത്തി. ഇന്നലെ രാത്രിയിലായിരുന്നു RG കർ മെഡിക്കൽ കോളേജിൽ ആൾക്കൂട്ടത്തിന്റെ ആക്രമണം. 40 മിനിറ്റിനിടെ അത്യാഹിത വിഭാഗം ഉൾപ്പെടെ 18 മുറികൾ അക്രമികൾ തകർത്തുവെന്ന് പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ വ്യക്തമാക്കി. CCTV ക്യാമറകളും തകർത്തു. സംഭവത്തിൽ 9 പേർ പിടിയിലായി. 15 പോലീസുകാർക്കും പരിക്കുണ്ട്. തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു ആക്രമണമെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം ആരോപിച്ചു. കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിയും ഇതേ ആരോപണമുന്നയിച്ച് രംഗത്തെത്തി. ആക്രമണത്തിനു പിന്നിൽ തൃണമൂലിന്റെ ഗൂണ്ടകളെന്ന് BJP ആരോപിച്ചു. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. വനിതാ ഡോക്ടറെ ആക്രമിച്ചത് ഒരാൾ മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശാസ്ത്രീയ തെളിവുകൾക്കായി കാത്തിരിക്കുകയാണെന്നും പോലീസ് പറയുന്നു. മെഡിക്കൽ കോളേജിലെത്തിയ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സമരം ചെയ്യുന്ന ഡോക്ടേഴ്സുമായി കൂടിക്കാഴ്ച നടത്തി. ഒപ്പമുണ്ടെന്ന് സമരക്കാരോട് ഗവർണർ പറഞ്ഞു. This shows the decadence of law and order in Bengali society. Contemporary society in Bengal, contemporary policing in Bengal not only leaves much room for improvement, it brings shame to the entire humanity. കൊലപാതകവുമായി ബന്ധപ്പെട്ട് RG കർ മെഡിക്കൽ കോളേജിലെ 5 ഡോക്ടേഴ്സിനെ CBI സംഘം ചോദ്യം ചെയ്തു. സമരം അവസാനിപ്പിക്കണമെന്ന് ഡോക്ടേഴ്സിനോട് ആവർത്തിച്ചാവശ്യപ്പെട്ട മുഖ്യമന്ത്രി മമതാ ബാനർജി ആക്രമണത്തിനു പിന്നിൽ BJPയും ഇടതു പ്രവർത്തകരുമാണെന്ന് ആരോപിച്ചു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ഡോക്ടേഴ്സിന്റെ തീരുമാനം. 24 ഡൽഹി.